ചെറുപ്പത്തിൽ തന്നെ ഞാൻ വായിച്ചു തുടങ്ങിയിരുന്നു. വായിച്ചു തുടങ്ങുകയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിറയെ ലൈൻ വീടുകളായിരുന്നു. അപ്പോൾ അവിടെ ഒരു വീട്ടിൽ നമ്മളെ യു പി സ്കൂളിൽ ഒരു സാറ് താമസിച്ചിരുന്നു. ഹിന്ദി അധ്യാപകനാണ് സാർ. അപ്പോൾ ആ സാറിന് എൻ്റെ വീടിൻ്റെ ബാക്കിലൊരു വീടുണ്ടായിരുന്നു. അവിടുന്ന് പാല് വാങ്ങിയിട്ട് ഞാൻ എന്നും സാറിൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കും രാവിലെ. അപ്പോഴേക്കും ഒരു 12 വയസ്സൊക്കെ തന്നെയുള്ളൂ. അപ്പം ഞാൻ പാലും കൊണ്ട് ചെല്ലുമ്പോൾ സാറ് അവിടെ ഇരുന്നിട്ട് തിണ്ണയിലിരുന്നിട്ട് പേപ്പർ വായിക്കുന്നുണ്ടാവും. ഞാൻ പേപ്പർ വായന തുടങ്ങുന്നത് സാറിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. കാരണം സാറ് പേപ്പർ വായിക്കുമ്പോൾ ഞാൻ എന്നും സാറിൻ്റെ ബാക്കിൽ പോയി നിന്നിട്ട് വെറുതെ എൻ്റെ കാലിൻ്റെ മുട്ടിൽ കൈ ഇങ്ങനെ കുത്തിയിട്ട് ഞാൻ ഇങ്ങനെ പേപ്പറിൽ നോക്കിയിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ അത് കാണുമ്പോൾ സാർക്ക് ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് തരും. ഞാൻ മാതൃഭൂമി പത്രം വായിച്ചു തുടങ്ങിയത് ആ 12 വയസ്സൊക്കെ ഉള്ള പ്രായത്തിലാണ്. പിന്നെ അവിടുന്ന് സ്ഥിരമായിട്ട് പിന്നെ അന്ന് അതിൽ ഫാൻറ്റം കഥകൾ വരും. ഞായറാഴ്ച സപ്ലിമെൻറ്റിൽ ചിത്രകഥ. അത് പേജിൽ കുറച്ച് ഭാഗത്തുണ്ടാവുക. അത് വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഞാൻ ഇത് വായിക്കാൻ എന്നും ചെന്നിട്ട് ആ പേപ്പർ വായിക്കും. അങ്ങനെയാണ് ഞാൻ ചെറുപ്പത്തിലേ വായന തുടങ്ങുന്നത്. പിന്നെ വായിക്കുന്നത് അന്നൊക്കെ അധികം വായിക്കുക അമ്പിളിയമ്മാവൻ വായിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു. അതിൽ വിക്രമാദിത്യൻ കഥകൾ, വിക്രമാദിത്യനും വേതാളവും. ആ വേതാളം പുറത്ത് തൂങ്ങി കിടക്കുന്നത് കാണുമ്പോൾ അന്നൊക്കെ നല്ല പേടിയാണ്. പക്ഷെ എന്നാലും അത് വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊരു സാരോപദേശ കഥയാണ് വേതാളം കഥകളൊക്കെ. എല്ലാ കഥകളും അങ്ങനെയാവും. അതൊരു എന്തെങ്കിലും കുറിച്ചിട്ടുള്ള ഒരു കഥയായിരിക്കും അത് വായിക്കാൻ ചെറുപ്പത്തിലേ നല്ല ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ വായിച്ചു തുടങ്ങുന്നത്. പിന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വായിക്കാൻ തുടങ്ങി. ഞാൻ യയാതി ഒക്കെ വായിക്കുന്നത്, കോവിലൻ്റെ തട്ടകം, അതൊക്കെ ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് വായിച്ചു തുടങ്ങിയത്. തട്ടകം ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ വായിക്കേണ്ടായി. ആദ്യം വായിച്ചത് മാതൃഭൂമിയിലാണ്. അതുപോലെ പിന്നെ ഭുജംഗയ്യൻ്റെ ദശാവതാരങ്ങൾ പറഞ്ഞിട്ടൊരു കഥയുണ്ടായിരുന്നു. അതൊരു ബംഗാളി നോവലിൻ്റെ പരിഭാഷയാണെന്നാണ് എനിക്ക് ഓർമ്മ. അത് ഞാൻ കുറേ വായിച്ചിട്ട് പിന്നെ അത് തുടർന്ന് വായിക്കാൻ സാധിക്കാതെ പിന്നെ നമ്മുടെ സ്കൂളിൽ അടുത്ത കാലത്ത് ഒരു പുസ്തകച്ചന്ത ഉണ്ടായപ്പോൾ അതിലാ ബുക്ക് വന്നു. ആ ബുക്ക് ഇവിടുന്ന് ഞാൻ പൈസ കൊടുത്തിട്ട് ആ ബുക്ക് വാങ്ങിച്ചു. അന്ന് എനിക്കൊരു 16 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ അത് വായിച്ചിട്ടുള്ളത്. 83-84 ആവും. അപ്പോഴാണ് ഞാൻ അത് വായിച്ചിട്ട് അത് പകുതിയാക്കി നിർത്തി. ആ വായന ഞാൻ പൂർത്തിയാക്കിയത് MESൽ വന്നിട്ട് ആ ബുക്ക് ഞാൻ വീണ്ടും കണ്ടപ്പോൾ വാങ്ങിച്ചു. വായിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട് ഞാൻ പൈസ കൊടുത്തിട്ട് അതിനന്ന് 400 രൂപയൊക്കെ അന്നതിന് വിലയുണ്ട്, 400 എത്രയാണ്. ആ ബുക്ക് ഞാൻ വാങ്ങിയിട്ട് അത് ഞാൻ വായിച്ച് പൂർത്തിയാക്കി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. അപ്പം വായിക്കാൻ അത് അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനതങ്ങനെ വാങ്ങിയത്. ഇന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും കൂടി എന്നെ തല്ലാൻ വരും. ഒരാവശ്യമില്ലാതെ കുറേ ബുക്ക് വാങ്ങി, അങ്ങനെ കുറേ ബുക്കൊക്കെ വാങ്ങിയായിരുന്നു. കുറേ ബുക്ക് അങ്ങനെ വാങ്ങിയിട്ട് കയ്യിലുമുണ്ട്. അതൊരു വായിക്കാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യണതാണ്. കുട്ടിക്കാലം മുതലേ അങ്ങനെ ശീലിച്ചതോ. വീട്ടിലെല്ലാവർക്കും വായിക്കാൻ നല്ല താല്പര്യമുള്ളവരായിരുന്നു. അമ്മയും അച്ഛനൊക്കെ കാണാതെ. ഞങ്ങളുടെ കാലത്തൊക്കെ അച്ഛന്മാരും ഇന്നത്തെ പോലെ അത്ര ഫ്രണ്ട്ലി ഒന്നുമല്ല, ഭയങ്കര ദേഷ്യക്കാരും. ഞങ്ങളുടെ വീട്ടിലൊക്കെ അച്ഛനാണ് വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങളാരും പുറത്തേക്ക് തന്നെ വരില്ല. അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരുന്നു അന്നൊക്കെ. എന്നാലും അമ്മയ്ക്ക് അന്ന് വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അമ്മ അവസാനം എൻ്റെ അമ്മ വായിക്കായിരുന്നു. എൻ്റെ അമ്മ ഏറ്റവും അവസാനം വായിച്ചത് സി രാധാകൃഷ്ണൻ്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, മുൻപേ പറക്കുന്ന പക്ഷികൾ. അതൊരു ഭയങ്കര നല്ല കഥയാണ്. സി രാധാകൃഷ്ണൻ്റെ എല്ലാ ബുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാൻ. അദ്ദേഹം ഒരു ഫിസിക്സ് അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ കുറേ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുക്കായിരുന്നു ഉള്ളിലുള്ളത്. ഞാൻ ആ ബുക്ക് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് വായിച്ചിട്ട് അത് ഞാൻ വായന പൂർത്തിയാക്കിയത് സമയം രാത്രി 2 മണിയാകുമ്പോൾ. വായിക്കാനിരിക്കുമ്പോഴേക്ക് ഈ സമയത്തിനെ പറ്റി യാതൊരു ബോധവും ഉണ്ടാവില്ല. അത് പണ്ടും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. പണ്ടൊക്കെ ഞാൻ ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ പോയിട്ട് രാത്രിയൊക്കെ വായിച്ച് എല്ലാവരും രാത്രി വീട്ടിൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ എന്നെ വിളിക്കുക. അപ്പോൾ ഞാൻ ചെല്ലില്ല. ഞാൻ ഈ വായിക്കുകയാണെങ്കിൽ അതിൽ നിന്നായിരിക്കും. അപ്പോൾ പുസ്തകങ്ങൾ കിട്ടിയാൽ പിന്നെ ഭക്ഷണം വേണ്ട, ഉറക്കമില്ല, അങ്ങനത്തെ ഒരു അങ്ങനെ ആയി എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാൻ. എല്ലാവരും എന്നെ ചിലപ്പോഴൊക്കെ ചീത്ത പറയാറുണ്ട്. പണ്ടൊക്കെ ഞാൻ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിലിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊന്നും കറണ്ട് ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ വന്നതിന് ശേഷം വീട്ടിൽ കറണ്ടൊക്കെ കിട്ടുന്നത്. അതിനൊക്കെ മുന്നേ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പിന്നെ ബുക്കൊക്കെ വായിക്കുക വിളക്കിൻ്റെ അടുത്തിരുന്നിട്ടാണ്. അന്ന് വിളക്കിൻ്റെ അടുത്തിരുന്ന് വായിക്കുമ്പോൾ കുനിഞ്ഞിരുന്ന് വായിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ എനിക്കങ്ങ് നല്ല പൊന്തക്കാട് പിടിച്ചിട്ടുള്ള മുടിയായിരുന്നില്ല. നിറച്ച് ഇങ്ങനെ തുരുമ്പായിട്ട് ചുരുണ്ട മുടിയാണ്. ഇപ്പോഴത്തെ പോലെയൊന്നുമല്ല, നല്ല തുരുമ്പായിട്ട് നല്ല മുടിയായിരുന്നു.
അപ്പോൾ ഇരുന്ന് വിളക്കത്തിൻ്റെ അങ്ങനെ കുനിഞ്ഞിരുന്ന് വായിക്കുമ്പോൾ മുടിയൊക്കെ കരിഞ്ഞ് നമ്മുടെ നിന്ന് ചീത്ത കേട്ട്. അതുപോലെ തന്നെ ഒരു 16-17 വയസ്സുള്ളപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒരു മുറിയിലാണ്. അപ്പം ഞങ്ങളുടെ വീട് മച്ചുള്ള വീടാണ്. പണ്ടത്തെ മച്ചുള്ള വീട് പറഞ്ഞാൽ അതിനകത്ത് വാതിലും ജനലും ഒക്കെ അടച്ചാൽ പിന്നെ ഒരു ഈച്ച പോലെ ഒരു വായു കേടാത്തൊരു മുറി, അത്രയും അങ്ങനത്തെ ഒരു റൂമാണ് പണ്ടൊക്കെ. അപ്പം ഞാൻ ഈ വാതിലും ജനലൊക്കെ അടച്ചിട്ട് ഈ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് വായിക്കും. വിളക്ക് കത്തിച്ച് വായിച്ചാൽ എൻ്റെ അമ്മ കൊടുക്കുന്നത് നല്ല വെള്ളമുണ്ടാണ്, നല്ല മല്ലുമുണ്ടാണ് അമ്മ കൊടുക്കുക. വെള്ളമുണ്ട്, വെള്ളത്തോർത്ത് ഇതൊക്കെ അലക്കി മടക്കിയിട്ട് അഴക്കയിൽ ഇങ്ങനെ ഉണ്ടാവും. ഞാനീ മുറിയൊക്കെ അടച്ചിട്ടിട്ട് ഇങ്ങനെ വിളക്കും കത്തിച്ച് വെച്ചിട്ട് വായിച്ച് ചിലപ്പോൾ വിളക്കിൽ എണ്ണ കഴിയണ വരെ ഞാൻ വരുന്നു വായിക്കും. അപ്പോൾ രാവിലെ എണീക്കുമ്പോഴേക്കും ഈ വിളക്കിൻ്റെ മഷി മുഴുവനെ അങ്ങോട്ട് ആകെ പുക പിടിച്ചിട്ട് മുണ്ടിലും നമ്മളെ ഒക്കെ അങ്ങനെ ആകെ പുക പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ എണീറ്റ് ചിലപ്പോൾ എനിക്ക് ആദ്യം കിട്ടുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് അടിയാവും. എന്നാലും ഞാൻ ആ ശീലം മാറ്റില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ കറണ്ടൊക്കെ കിട്ടിയപ്പോൾ ഇപ്പോൾ സുഖമായിട്ട് വായിക്കാം. ഇപ്പോഴും ഞാൻ വായിക്കും, രാത്രി ചിലപ്പോൾ 12 മണി വരെയോ 1 മണി വരെയൊക്കെ വായിക്കും. ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏത് ബുക്കാണെന്നറിയോ? ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു വെണ്ടുളം. ആ ബുക്ക് നമ്മളിപ്പോൾ 2018 അത് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച് തുടങ്ങിയതാണ് എനിക്ക് ഓർമ്മ. അത് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്ക് കൊറോണ വന്നു. 2019 മാർച്ചിലല്ലേ കൊറോണ വന്നു. ആ കൊറോണ സമയത്ത് ഞങ്ങളിത് വായിച്ചു തുടങ്ങി. ഞങ്ങളെന്ന് പറയണത് ചിത്രാമിസും വായിക്കുമായിരുന്നു. ചിത്രാമിസ് മാതൃഭൂമി വന്നാൽ അപ്പോൾ പറയും, ശോഭ ചേച്ചി മാതൃഭൂമി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വായിക്കാനുള്ളൊരു ആകാംക്ഷയോട് കൂടി ഓടിച്ചെന്നിട്ട് മാതൃഭൂമി എടുക്കും, അത് വായിക്കും. ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ വായിച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ട് പോരും. അങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോഴാണ് കൊറോണ വന്ന് ആ വായന അവിടെ നിർത്തി. പിന്നെ അത് രണ്ടാമത് പ്രസിദ്ധീകരിച്ചില്ല മാതൃഭൂമിയിൽ. പിന്നെ ആ ബുക്ക് ഇപ്പോൾ ചിത്രാംശ സാറിനോട് പറഞ്ഞിട്ട് ആ ബുക്ക് വാങ്ങി. അപ്പോൾ അത് ആദ്യം വായിക്കാൻ തന്നിരിക്കുക. അതൊക്കെ എന്താ വെച്ചാൽ ലൈബ്രറി ആയിട്ട് എനിക്ക് പണ്ട് ഭയങ്കര ബന്ധം. ലൈബ്രറീനായിട്ട് ഏറ്റവും നല്ല അടുപ്പുള്ള ഒരാൾ ഞാൻ തന്നെ.